നമസ്കാരം, ഇത് ദ ഇന്ത്യ. ഇന്ത്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനമായ AMCA Mk2വിനായി 130 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഫ്രാൻ, റോൾസ് റോയ്സ്, GE എയ്റോസ്പേസ് തുടങ്ങിയ ലോകോത്തര എയ്റോസ്പേസ് കമ്പനികളും റഷ്യയുടെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷനും ഈ വമ്പൻ പ്രൊജക്റ്റിൽ പങ്കാളികളാകാൻ ഇതിനകം താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ മുൻനിര മിലിറ്ററി എഞ്ചിൻ നിർമ്മാതാക്കളായ US കമ്പനി പ്രാറ്റ് ആൻഡ് വിറ്റ്നി ഈ ചർച്ചകളിൽ സജീവമല്ലെന്നത് ശ്രദ്ധേയമാവുകയാണ്. F-22 റാപ്റ്റർ, F-35 തുടങ്ങിയ അത്യാധുനിക US യുദ്ധവിമാനങ്ങൾക്ക് എഞ്ചിൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് പ്രാറ്റ് ആൻഡ് വിറ്റ്നി. എന്നാൽ ഇന്ത്യയുടെ AMCA പദ്ധതിയിൽ കമ്പനി താൽപ്പര്യം പ്രകടിപ്പിക്കാത്തതിന് സാങ്കേതിക കഴിവില്ലായ്മയല്ല കാരണം. കർശനമായ US കയറ്റുമതി നിയന്ത്രണങ്ങൾ, കമ്പനിയുടെ നിലവിലെ മുൻഗണനകൾ, നിർമ്മാണ മേഖലയിലെ വെല്ലുവിളികൾ എന്നിവയാണ് പ്രധാന കാരണങ്ങളെന്നാണ് വിലയിരുത്തൽ. വെറുതെ എഞ്ചിൻ വാങ്ങുകയോ ഇന്ത്യയിലെത്തിച്ച് കൂട്ടിയോജിപ്പിക്കുകയോ മാത്രമല്ല ഇന്ത്യയുടെ ലക്ഷ്യം. ഭാവിയിൽ സ്വന്തമായി യുദ്ധവിമാന എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും അപ്ഗ്രേഡ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയും നിർമ്മാണശേഷിയും സ്വന്തമാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതിനാൽ എഞ്ചിൻ വികസനത്തിനുള്ള സഹകരണം, ഇന്ത്യയിൽ നിർമ്മാണം, നിർണായക ഡിസൈൻ, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന ആവശ്യങ്ങൾ. ഇതാണ് പ്രാറ്റ് ആൻഡ് വിറ്റ്നിക്ക് വലിയ വെല്ലുവിളിയാകുന്നത്. F-22 ഉപയോഗിക്കുന്ന F-119, F-35ന്റെ F-135 എന്നീ എഞ്ചിനുകളിൽ അത്യന്തം രഹസ്യമായ US സൈനിക സാങ്കേതിക വിദ്യകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കുന്ന അത്യാധുനിക വസ്തുക്കൾ, പ്രത്യേക സ്റ്റെൽത്ത് ഡിസൈൻ, ഡിജിറ്റൽ എഞ്ചിൻ നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. ITAR പോലുള്ള കർശനമായ US പ്രതിരോധ കയറ്റുമതി നിയമങ്ങൾ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. US സർക്കാരിൻ്റെയും പ്രതിരോധ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും കയറ്റുമതി നിയന്ത്രിക്കുന്ന തികച്ചും കർശനമായ ഒരു നിയമ സംവിധാനമാണ് ഇന്റർനാഷണൽ ട്രാഫിക് ഇൻ ആംസ് റെഗുലേഷൻസ് അഥവാ ITAR. അമേരിക്കയുടെ ദേശീയ സുരക്ഷയും വിദേശ നയ മുൻഗണനകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് നടപ്പിലാക്കുന്നത്. ഒരു US കമ്പനി വികസിപ്പിച്ചെടുത്ത സൈനിക സാങ്കേതിക വിദ്യയോ ഡിസൈനോ മറ്റേതെങ്കിലും രാജ്യത്തിനോ വിദേശ പൗരന്മാർക്കോ US സർക്കാരിന്റെ പ്രത്യേക അനുമതിയില്ലാതെ കൈമാറാൻ പാടില്ല. ഈ നിയമം ലംഘിക്കുന്ന കമ്പനികളാകട്ടെ വ്യക്തികളാകട്ടെ വലിയ തുക പിഴയും തടവ് ശിക്ഷയും മറ്റു രാജ്യങ്ങളുമായി ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കും നേരിടേണ്ടി വരും. F-119, F-135 എഞ്ചിനുകളുടെ പ്രധാന സാങ്കേതിക രഹസ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുമായി പങ്കിടാൻ US സർക്കാർ തയ്യാറാണെന്നതിന് നിലവിൽ വ്യക്തമായ സൂചനകളൊന്നുമില്ല. എന്നാൽ GE എയ്റോസ്പേസ് ഇതിനകം തന്നെ ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തേജസ് Mk1, Mk1A വിമാനങ്ങൾക്കായി F-404 എഞ്ചിനുകൾ GE നൽകുന്നുണ്ട്. തേജസ് Mk2, ആദ്യഘട്ട AMCA Mk1 എന്നിവയ്ക്കായി കൂടുതൽ ശക്തിയുള്ള F-414 എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള സഹകരണത്തിനും കമ്പനി കരാറിലെത്തിയിട്ടുണ്ട്. US ഇന്ത്യ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാകുന്നതിനിടെ ഈ സഹകരണം ഇന്ത്യൻ എയ്റോസ്പേസ് മേഖലയിൽ GEയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. പ്രാറ്റ് ആൻഡ് വിറ്റ്നി ഇന്ത്യയിലെ പദ്ധതികളിൽ നിന്ന് US സർക്കാർ ഔദ്യോഗികമായി വിലക്കിയെന്നതിന് തെളിവുകളില്ലെങ്കിലും ഇന്ത്യയിൽ ഇതിനകം തന്നെ ശക്തമായ അടിത്തറയുള്ള GEക്ക് ഇന്ത്യയുമായി പുതിയ പദ്ധതികളിൽ സ്വാഭാവികമായി മുൻതൂക്കമുണ്ടാകും. ഇതിനു പുറമെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രാറ്റ് ആൻഡ് വിറ്റ്നി നേരിടുന്നത് വാണിജ്യ വിമാന എഞ്ചിൻ മേഖലയിലെ വലിയ പ്രതിസന്ധിയാണ്. GTF എഞ്ചിനുകളിൽ ഉപയോഗിച്ച പൗഡേർഡ് മെറ്റീരിയൽ കണ്ടെത്തിയ തകരാറിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള നിരവധി എയർലൈനുകൾക്ക് എയർബസ് A320 നിയോ വിമാനങ്ങൾ പരിശോധിക്കുകയും അറ്റകുറ്റപ്പണികൾക്കായി നിലനിർത്തേണ്ടി വരികയും ചെയ്തിരുന്നു. വിമാനങ്ങൾ അടിയന്തര പരിശോധനകൾക്കായി സജ്ജമാക്കേണ്ടി വന്നത് കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഇതോടുകൂടി എഞ്ചിനുകൾ പരിശോധിക്കുക, തകരാറുള്ള ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കുക, ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു കമ്പനിയുടെ മുൻഗണനകൾ. ഇതോടൊപ്പം F-35 യുദ്ധവിമാനത്തിന് പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് ലോകമെമ്പാടുമായി 3000-ലധികം F-35 വിമാനങ്ങൾക്കായി F-135 എഞ്ചിൻ കോർ അപ്ഗ്രേഡ് ചെയ്യേണ്ട ബാധ്യതയും കമ്പനിക്കുണ്ട്. ഇവയെല്ലാം തന്നെ വലിയ തുകയും എഞ്ചിനീയറിംഗ് വിഭവങ്ങളും ആവശ്യമുള്ളതിനാൽ ഇന്ത്യയുമായി ചേർന്ന് 5ാം തലമുറ എഞ്ചിൻ വികസിപ്പിക്കാൻ കമ്പനിക്ക് നിലവിൽ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യത്തിന്റെയും തങ്ങളുടെ മറ്റു പങ്കാളികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിടെ മറ്റൊരു രാജ്യവുമായി ചേർന്ന് 5ാം തലമുറ യുദ്ധവിമാനത്തിനായി പൂർണ്ണമായും പുതിയ എഞ്ചിൻ വികസിപ്പിക്കാൻ വലിയ തോതിലുള്ള അധിക വിഭവങ്ങളും ദീർഘകാല ബന്ധവും ആവശ്യമായി വരും. ഈ സാഹചര്യമാണ് പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ പിന്മാറ്റത്തിന് കാരണം. AMCA Mk2വിനായി ഇന്ത്യ പ്രതീക്ഷിക്കുന്ന എഞ്ചിന് 110 മുതൽ 130 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകാൻ കഴിയണം. സ്റ്റെൽത്ത് ശേഷികൾക്ക് അനുയോജ്യമായ രൂപകൽപ്പന ഉണ്ടാവണം. ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ സൂപ്പർസോണിക് വേഗത കൈവരിക്കുന്ന സൂപ്പർ ക്രൂയിസ് ശേഷി, കുറഞ്ഞ ഇന്ധന ഉപഭോഗം, ദീർഘകാല വിശ്വാസ്യത എന്നിവയും നിർണായകമാണ്. ഏറ്റവും പ്രധാനമായി എഞ്ചിന്റെ രൂപകൽപ്പന, നിർമ്മാണം, ഭാവിയിലെ അപ്ഗ്രേഡ് എന്നിവയിൽ ഇന്ത്യക്ക് വലിയ പങ്കാളിത്തവും ആവശ്യമാണ്. ഇതിനായി ഫ്രാൻസിന്റെ സഫ്രാൻ ഇന്ത്യയുമായി ചേർന്ന് പുതിയ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനികളുമായി സഹകരിച്ച് പുതുതലമുറ പ്രതിരോധ എഞ്ചിനുകൾ നിർമ്മിക്കാൻ റോൾസ് റോയ്സും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയുടെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷനും ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാനങ്ങൾക്കായി അത്യാധുനിക എഞ്ചിൻ വികസനത്തിൽ സഹകരിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ കമ്പനിയും ഇന്ത്യക്ക് നൽകാൻ തയ്യാറാകുന്ന സാങ്കേതിക വിദ്യ, ഡിസൈൻ, നിയന്ത്രണം, നിർമ്മാണ പങ്കാളിത്തം എന്നിവയിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഇനി തയ്യാറായ എഞ്ചിനുകൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്ന കാര്യം ഇവരെല്ലാം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതിനാൽ സാങ്കേതിക ശേഷി ഇല്ലാത്തതിനാലല്ല പ്രാറ്റ് ആൻഡ് വിറ്റ്നി AMCA പദ്ധതിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുമായി ദീർഘകാലവും സങ്കീർണമായ പുതിയ എഞ്ചിൻ പങ്കാളിത്തത്തിന് ആവശ്യമായ താല്പര്യവും വിഭവങ്ങളും നിലവിൽ കമ്പനിക്ക് പരിമിതമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.